ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പല പഠന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാൽ ഇത് കാര്യമായി പരിഗണിക്കാതെ പോകുന്നു എന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നലെ നടന്ന ഒരു കാര്യം, ഒരു ഉത്തരവ് വരിക, ആ ഉത്തരവ് വിവാദമായതോടുകൂടി അത് പിൻവലിക്കുക എന്ന് മാത്രമല്ല, അതിനെ വേറൊരു തലത്തിലേക്ക് ചിത്രീകരിക്കുകയാണ്. അത് വ്യാജ വാർത്തയാണ് എന്ന തലത്തിലേക്കാണ് സർക്കാർ അതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നത് സർക്കാർ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും, സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പബ്ലിഷിംഗ് മാത്രമല്ല, ഒരു എക്സിക്യൂഷൻ, ഈ പഠനങ്ങൾ കൃത്യമായി പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നൊരു എക്സിക്യൂഷനും കൂടി അവിടെ വരേണ്ടതായിട്ടില്ലേ? അല്ല, ഇതിനകത്ത് ഇപ്പൊ അങ്ങനെ അബദ്ധം പറ്റിയ ഓർഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ മിസ്ലീഡ് ചെയ്ത ഓർഡർ ആണെങ്കിൽ, അത് ആരാണ് മിസ്ലീഡ് ചെയ്തത്, ആരാണ് ഫയൽ ജനറേറ്റ് ചെയ്തത്, ആരാണ് മിസ്ലീഡ് ചെയ്തതെന്നുള്ള സംവിധാനത്തെ കുറിച്ച് പരിശോധിക്കാമല്ലോ. ഗവൺമെന്റിനകത്ത് സംവിധാനം ഉണ്ടല്ലോ. അപ്പൊ ആരാണിത് അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ, അല്ലെ CM ചെയർമാനായിട്ടുള്ള ഒരു സമിതിയുടെ, CM ആണ് അതിന്റെ ചെയർമാനുള്ള സമിതി CMന്റെ ഓഫീസിനെ അറിയിക്കാതെ, CMനെ അറിയിക്കാതെ, അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾ ഇത് നോക്കുന്ന ഡിസാസ്റ്റർ അതോറിറ്റി നോക്കുന്ന ഓഫീസർമാര് CMന്റെ ഓഫീസിൽ ഉണ്ടായിരിക്കും. അതിനൊരു അഡീഷണൽ PSO ഒക്കെ കാണുമല്ലോ. അപ്പൊ അവരുമായിട്ടൊന്നും ആലോചിക്കാതെ ഇറക്കിയ ഒരു ഓർഡർ ആണെങ്കിൽ നയപരമായ ഒരു കാര്യമാണല്ലോ സർക്കാരിന്റെ. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ആരാണ് ഇറക്കിയ ഓർഡർ, അത് എവിടെ നിന്നാണ് ഫയൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുകയും അതിന് ആക്ഷനിലേക്ക് പോകേണ്ടതുമാണ്. പക്ഷേ വിഷയം അവിടെ അതല്ല. ഇവിടെ കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ കറങ്ങുന്ന ഒരു വിഷയമാണ് പരിസ്ഥിതി പ്രവർത്തകരെന്ന് പറയുന്നവരോ, അവർ ചിലപ്പോൾ വ്യാജന്മാരായിരിക്കും, കള്ളന്മാരായിരിക്കും, കൊള്ളക്കാരായിരിക്കും, ചിലപ്പോൾ നല്ലവരും കാണും, എല്ലാം കാണും. സമൂഹമല്ലേ, അവർ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളണം. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടക്കുമ്പോൾ പാനിക്കായുള്ള ന്യൂസുകൾ വരരുത്. ഇപ്പൊ 100 പേര് മരിക്കുമ്പോൾ 1000 പേര് മരിച്ചു, 10000 പേരെ കാണാനില്ല, ഇങ്ങനെയുള്ള വ്യാജ ന്യൂസുകൾ വരാൻ പാടില്ല. ഒരുപാട് വ്യാജ ന്യൂസുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യണം. തീർച്ചയായിട്ടും സൈബർ കൺട്രോളൊക്കെ സർക്കാരിന് ആവശ്യമുണ്ട്. അല്ലാതെ കെട്ടഴിച്ചു വിട്ടണക്ക് അങ്ങനെ മീഡിയകളെല്ലാം അവർക്ക് തോന്നുന്ന വാർത്തകൾ കൊടുക്കാനൊന്നും റെസ്ട്രിക്ട് ചെയ്യണം. പക്ഷെ അത് എങ്ങനെയാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്? ഡേറ്റ വെച്ചിട്ടാണ്. അവിടെയാണ് ഡേറ്റയുടെ പ്രസക്തി. അപ്പൊ ഡേറ്റ കൊടുക്കണം. ആര് കൊടുക്കണം? സംവിധാനങ്ങളിൽ കൊടുക്കണം. അവിടെ ഒരു PRO ഉണ്ടായിരിക്കണം. ഗവൺമെന്റിന്റെ തന്നെ PRD വകുപ്പ്, വയനാട് ജില്ലയ്ക്ക് PRD വകുപ്പുണ്ടല്ലോ, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടല്ലോ, അവിടെ ഒരു PR വകുപ്പ് ഉണ്ടാവണം. അവിടെ നമുക്ക് സ്റ്റേറ്റിന് PRD വകുപ്പുണ്ടല്ലോ. അവർ മാഗസിൻ ഇറക്കാൻ മാത്രവും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമല്ലല്ലോ ഇരിക്കേണ്ടത്. അവിടെ PRD ഒരു ഡിവിഷൻ തുറക്കണം അടിയന്തരമായിട്ട് ഈ സ്ഥലത്ത്. എന്നിട്ട് ആ ഡിവിഷൻ വഴി ഒരു ദിവസത്തിൽ 1 നേരമോ അല്ലെങ്കിൽ 2 നേരമോ എപ്പോഴാന്ന് വെച്ചാൽ പ്രസ് നോട്ടുകൾ കിട്ടുന്ന വിവരങ്ങൾ മാത്രം ഒഫീഷ്യലായിട്ട് കൊടുത്താൽ മതി പത്രങ്ങൾക്ക്.